രാവിലെ തന്നെ സാമ്പാർ പരിപാടി അങ്ങ് തുടങ്ങി. അതിന് കുക്കറിലോട്ട് പരിപ്പ്, കായം, ഉപ്പും ഒക്കെ ഇട്ട ശേഷം തലേന്നരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറി കഷ്ണങ്ങളും കൂടെ അങ്ങ് തട്ടിക്കൊടുത്തു. ഒപ്പം മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പുഴുപുളി, പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു. ഇന്ന് മിക്സ് മീനാണേ കിട്ടിയത്. അതിൽ നിന്ന് കൊഞ്ച് മാത്രം അങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. കൊഞ്ച് പൊളിക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമായതുകൊണ്ട് അതിന്ന് വേണ്ടാന്ന് വെച്ചു. കാരണമുണ്ട്. ഞാൻ അടുക്കളയിൽ ഓരോന്നും ചെയ്യുന്നതും കണ്ടുകൊണ്ട് ഒരാൾ രൂക്ഷമായി വീക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താ മോളെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അമ്മേ ഞാൻ എൻ്റെ വീട്ടിൽ ചോറും കറിയും വെച്ചോട്ടേന്ന്. നിസാരം, ഞാൻ പറഞ്ഞതിനെന്താ, മോള് പോയി കളിച്ചോ. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ മേടിച്ചിട്ടാണ് പുള്ളിക്കാരി പോയത്. ഇതിനിടയ്ക്ക് ശൂവിളിയൊക്കെ കഴിഞ്ഞ് വെന്ത് വന്ന കുക്കറിലോട്ട് കടുകൂടെ തളിച്ചൊഴിച്ചപ്പോൾ സാമ്പാറും റെഡിയായി. ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ പാചകം കുഴപ്പമില്ലായിരുന്നു. ഇലയും പൂവും കായും എല്ലാം ഉണ്ടായിരുന്നു. എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, അമ്മേ ഞാൻ പാത്രം നോക്കിയതാണെന്ന്. സാരമില്ല, കുട്ടികളല്ലേ, കളിച്ചും രസിച്ചും വളരട്ടെ അവരുടെ ബാല്യം എന്നും പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. കൊച്ചുമീനായോണ്ട് തന്നെ തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെക്കാനാണ് കരുതിയത്. തക്കാളി ഇല്ലാട്ടോ, ഉണ്ടായിരുന്ന തക്കാളി മോൾ അടുക്കളയിൽ വന്ന് ഇന്നപ്പോൾ അവൾക്ക് കൊടുത്തു. അതിൽ നിന്ന് കുറച്ചെടുത്ത് വറക്കാൻ അരപ്പും പുരട്ടി വെച്ചു. തീരെ പൊടി മീനായതുകൊണ്ട് നല്ലപോലെ മുറിച്ചെടുത്ത പപ്പടം തിന്നുന്ന പോലെ കറാമുറ ചോറിൻ്റെ കൂടെ തിന്നാലോ. ഇനി കറിക്ക് ആവശ്യമായ അരപ്പങ്ങ് റെഡിയാക്കി. അതിന് തേങ്ങാപ്പീര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കൊച്ചുള്ളി, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തു. ഈ അരപ്പ് ചട്ടിയിലോട്ട് തട്ടി ഉപ്പും കുടംപുളിയും പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു. ഒപ്പം മീനും വറക്കാൻ വെച്ചു. അങ്ങനെ തിളച്ച് വന്ന അരപ്പിലോട്ട് മീനും തട്ടി ഒന്നുകൂടെ അങ്ങ് അടച്ചു വെച്ചു. പിന്നെ തക്കാളി ഇട്ട് വെച്ച നല്ല ടേസ്റ്റി മീൻ കറിയുടെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ, കാണാത്തവർ കണ്ടു നോക്കണേ. അങ്ങനെ മീനും വറുത്ത് വെന്തു വന്ന കറിയിലോട്ട് കടുകും കൂടെ തളിച്ചൊഴിച്ചപ്പോൾ സിമ്പിൾ ടേസ്റ്റി മീൻ കറിയും റെഡിയായി. വൈകാതെ നേരെ അടുത്ത അങ്കത്തട്ടിലോട്ട് പോയി. എൻ്റെ മോള് പാചകിച്ചിട്ട് പോയോടെല്ലാം ഞാൻ അങ്ങ് വൃത്തിയാക്കി സെറ്റാക്കി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മിക്സ് മീൻ കറിയും സാമ്പാറും പയറുതോരനും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ചോറുണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.